ആ 1970 കരാർ പുതുക്കലുണ്ടല്ലോ, അതാണ് മുല്ലപ്പെരിയാർ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ്. കേരളത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പല ശക്തമായിട്ടുള്ള ആയുധങ്ങളും നിയമപരമായിട്ടുള്ള ആയുധങ്ങളും തമിഴ്നാടിന്റെ കൈകളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ എത്തിപ്പെട്ടത് ആ ഒരൊറ്റ ഒപ്പിലാണ്. മുല്ലപ്പെരിയാർ കരാർ പുതുക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സി അച്യുതമേനോനായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഭരണ മികവിന്റെ കാര്യത്തിൽ ഇന്നും ഏറെ പ്രശംസിക്കപ്പെടുന്ന മുഖ്യമന്ത്രിയാണെങ്കിലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ അദ്ദേഹം എടുത്ത ആ ഒരു തീരുമാനം കേരളത്തിന് ചരിത്രപരമായിട്ടുള്ള വലിയ ബാധ്യതയായിട്ട് മാറി. 1986 ആദ്യ കരാർ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരും തിരുവിതാംകൂർ രാജാവും തമ്മിലായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടെ പഴയ ബ്രിട്ടീഷ് കരാറിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്യാനായിട്ട് കേരളത്തിന് 100% അവകാശമുണ്ടായിരുന്നു. എന്നാൽ 1970 സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ട് ജനാധിപത്യ സർക്കാരുകൾ തമ്മിൽ ഈ കരാർ ഔദ്യോഗികമായിട്ട് പുതുക്കിയതോടെ ആ പഴയ 999 വർഷത്തെ പാട്ടക്കരാറിന് കേരളം സ്വയം പുതിയ നിയമസാധുത നൽകുകയാണ് ചെയ്തത്. അത് വലിയ അബദ്ധമായി മാറി. ഇത് കേരളത്തെ എങ്ങനെയൊക്കെയാണ് ബാധിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറയാം. ബ്രിട്ടീഷ് കാലത്തെ കരാറുകൾക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിലനിൽപ്പില്ല എന്ന് വാദിച്ച് കേരളത്തിന് കോടതിയെ സമീപിക്കാമായിരുന്നു. എന്നാൽ 1970 പുതിയ വ്യവസ്ഥകളോടെ കരാർ പുതുക്കി ഒപ്പിട്ടതോടെ 1999 വർഷത്തെ കാലാവധിയെ കേരളം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് തമിഴ്നാടിന് സുപ്രീം കോടതിയിൽ വാദിക്കാൻ കഴിഞ്ഞു. ഇതാണ് കോടതികളിൽ ഇന്നും കേരളത്തിന് തിരിച്ചടിയാകുന്ന പ്രധാന ഘടകം. 1886 ആദ്യ കരാർ പ്രകാരം തമിഴ്നാടിന് അന്നത്തെ മദ്രാസിന് പെരിയാറിലെ വെള്ളം കൃഷിക്കും കുടിവെള്ളത്തിനുമായി തിരിച്ചുവിടാൻ മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ. അവിടെ വൈദ്യുതി നിർമ്മിക്കാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു. എന്നാൽ 1970 കരാറിലൂടെ മുല്ലപ്പെരിയാറിലെ വെള്ളം ഉപയോഗിച്ചിട്ട് തമിഴ്നാടിന് വൈദ്യുതി നിർമ്മിക്കാനായിട്ടുള്ള പൂർണ്ണ അവകാശം കേരളം എഴുതി കൊടുത്തു. ഇന്ന് തമിഴ്നാട് അവിടെ ലോവർ പെരിയാർ പവർ ഹൗസ് വഴി വലിയ തോതിൽ വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ തമിഴ്നാട്ടിൽ ലഭിച്ച മറ്റ് ആനുകൂല്യങ്ങൾ പെരിയാർ തടാകത്തിൽ മീൻ പിടിക്കാനുള്ള അവകാശം, വനത്തിൽ നിന്നുള്ള ചില തടിയുരുപ്പിടികൾ എടുക്കാനുള്ള അവകാശം, അങ്ങനെയുള്ളതൊക്കെയാണ്. ഇതിന് പകരമായിട്ട് കേരളത്തിന് എന്താണ് കിട്ടിയത്? വെറും ഒരണ പൈസയായിരുന്ന പാട്ടത്തുക ഏക്കറിന് 30 രൂപയായിട്ട് ഉയർത്തി കിട്ടി. അതായത് ലക്ഷക്കണക്കിന് കോടി രൂപ വിലമതിക്കുന്ന വെള്ളവും അവകാശങ്ങളും വിട്ടുകൊടുത്തിട്ട് കേരളം വാങ്ങിയത് വെറും തുച്ഛമായിട്ടുള്ള പാട്ടത്തുക മാത്രമായിരുന്നു.